ഈ ആടുജീവിതം വന്നതിന് ശേഷം ഒരു 150ഓളം മെസ്സേജാണ് ദിവസവും രാവിലെ കാണുന്നത്. സുരേഷ് ഗോപി വിളിച്ച് എല്ലാം പറഞ്ഞു. ശരി, മോഹൻലാൽ വിളിച്ചിരുന്നു. എല്ലാവരും ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. പക്ഷേ ABCD അറിയാമോ ഇവർക്കൊക്കെ? ഞാൻ പച്ചയ്ക്ക് അത് ക്യാമറയിൽ നോക്കി പറയാണ്, ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നമ്മുടെ ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാതെ വേറെ ഒരു കുഴപ്പമില്ല. അവിടെ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ വരെ കൂടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ മകൻ പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം എന്ന ചിത്രത്തിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ സ്വീകാര്യതയെക്കുറിച്ചാണ്. എനിക്ക് പറയുമ്പോൾ പലപ്പോഴും എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. വേറൊന്നുമല്ല, ഒരു ദിവസം ഫോൺ എടുത്ത് വെച്ച് നോക്കിയാൽ ഈ നമുക്ക് മെസ്സേജ് വരുന്നത് ഈ ഒരു പച്ച ഇതിങ്ങനെ അടയാളം. അപ്പം എനിക്ക് ഇത്രയൊന്നും വരാറില്ല. രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് പലരും അയക്കും. അത് എനിക്ക് ചില സുഹൃത്തുക്കളുണ്ട്, കോളേജ് ഗ്രൂപ്പുണ്ട്, ഖത്തറിലുണ്ട്. ഞാനവിടെ കുറച്ച് കാലം അവിടെ ആയിരുന്നല്ലോ ഉണ്ട്. പിന്നെ മറ്റ് ചില മ്യൂസിക് ക്ലബ്ബ് അത് ഇതെന്നൊക്കെ അപ്പോൾ ഇവരൊക്കെ അയക്കും. പക്ഷേ ഈ ആടുജീവിതം വന്നതിന് ശേഷം ഒരു 150ഓളം മെസ്സേജാണ് ദിവസവും രാവിലെ കാണുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം അതിനകത്ത് സത്യം പറഞ്ഞാൽ എഴുതുന്ന വാചകങ്ങളൊക്കെ, ചേച്ചി നിങ്ങളൊരു ഭാഗ്യവതിയാണ്, പിന്നെ ഇതുപോലെ ഒരു മോനെ നിങ്ങളുടെ അമ്മയാണെന്ന് പറയാനുള്ള ഒരു എന്തൊരു അഭിമാനം അത് പറയാൻ എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെപ്പോഴും പറയും, എല്ലാവരും അതെ ഒരു വലിയ എന്നൊക്കെ പറഞ്ഞ് ഈശ്വരാധീനം കിട്ടിയെന്നും ഭാഗ്യമാണെന്നും അത് ഇതൊക്കെ പറഞ്ഞിങ്ങനെ എഴുതുമ്പോൾ എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ. കാരണം ഒരുപാട് സന്ദേശങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നേക്കാട്ടിൽ കൂടുതൽ പുറത്തുനിന്നാണ്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അമേരിക്കയാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്കവിടെ കുറേ സുഹൃത്തുക്കൾ എൻ്റെ ഉണ്ട്, ചേട്ടൻ്റെ ഉണ്ട്, അല്ലാതെ ഒരുപാട് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. പിന്നെ UK, ഓസ്ട്രേലിയയിലും അതെ കുറേ അധികം ആൾക്കാരുണ്ട്. ഗൾഫിൽ നിന്ന് പിന്നെ പറയണ്ട, എല്ലാ സ്ഥലത്തും ഞാനിവിടെ ഖത്തറിൽ കുറേ കാലം താമസിച്ചു. അത് കാരണം അവിടുന്നും ദുബായിൽ നിന്നും ബഹറിൽ നിന്നും അബുദാബിയിൽ നിന്നും ഒക്കെ അബുദാബിയിലൊക്കെ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടി തന്നെയുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയും, എനിക്ക് ഈ മെസ്സേജ് എല്ലാം കണ്ടിട്ട് വായിച്ചങ്ങനെ മനസ്സങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് ബ്ലസ്സി എന്ന സംവിധായകനെയും ഈ നജീബിൻ്റെ കുറിച്ചുള്ള കഥ നമ്മളിലേക്ക് എത്തിച്ച ബെന്യാമിൻ എന്ന റൈറ്ററേയും. ഞാൻ ഈ പുസ്തകം വായിച്ചു, വളരെ മുമ്പ് വായിച്ചു. ഇപ്പോൾ ഒരു പുതിയ എഡിഷനും കിട്ടി, ഒരു കോപ്പി. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ അന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു, ഇത്രയും കഷ്ടപ്പെടുത്തുമോ എന്നൊക്കെ. സത്യം ഞാൻ പറയണം, തുറന്ന് പറയണേ, ഈ പടം ഖത്തറിൽ ഷൂട്ട് ചെയ്യുമോ എന്നൊക്കെ ചില സംസാരങ്ങൾ പുറത്ത് കേട്ടു. ആ സമയത്ത് ഞാൻ അവിടെ പലരോടും, അന്ന് ഞാനവിടെ എപ്പോഴും പോയി വന്ന സമയമാണ്, ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഇവരൊക്കെ? അയ്യോ ചേച്ചി, ഈ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതൊന്നും അവരുടെ സ്പോൺസർമാരൊന്നും അല്ല, ഇങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവിടെ, തപ്പി ഒരുമാതിരി പേടിച്ച് നിൽക്കുമ്പോൾ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ട്. ഞാൻ പറയാം, കൊണ്ടുപോയിക്കോട്ടെ, പക്ഷേ നേരെ പോയി ആഹാരവും വെള്ളവും കൊടുക്കാതെ ഇങ്ങനെ ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും കൂടെ ഒക്കെ മനുഷ്യനെ കൊണ്ടിടുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സത്യം പറയാം. അപ്പോഴാണ് ഒരുപാട് പേരുടെ കഥകൾ ഞാനിങ്ങനെ കേൾക്കുന്നത് അവിടെ. സത്യം പറഞ്ഞാൽ ഒരു കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ഒരു പയ്യൻ്റെ കഥയും ഞാനിതുപോലെ കേട്ടിട്ടുണ്ട്. ഞാൻ ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ എന്ത് പഠിച്ചിട്ടായിരിക്കും ബെന്യാമിൻ ഇത് എഴുതിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടിട്ട് ഇനി പുള്ളിയായിട്ട് സംസാരിച്ചിട്ട് തന്നെ ആയിരിക്കാം ഈ പുസ്തകം അദ്ദേഹം എഴുതിയത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ട് കുറേ കാലം മുമ്പ് ബ്ലസ്സി ഇങ്ങനെ ഈ ഒരു പടം എടുക്കാൻ ആലോചിച്ചപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ച് വർഷങ്ങൾ ചെറിയൊരു സൂചന എനിക്കും ഇതുപോലെ കിട്ടിയുള്ളൂ. മിക്കവാറും അതിനകത്ത് ഞാനായിരിക്കും അഭിനയിക്കുന്നത് എന്ന് രാജു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും എടുത്ത് ചാടി അങ്ങോട്ട് ഓവർ കാണിക്കത്തില്ല. കാരണം എനിക്ക് പേടിയാണ്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് പറയും, ഒരുപാട് പറയാതെ ആൾക്കാരുടെ ഒരു വിളിദോഷം. നല്ല പണ്ട് അനന്തഭദ്ര ഇതുപോലെ ആദ്യം രാജു ആണെന്നും പിന്നെ വേറെ ആരാണെന്നും ഒക്കെ കേട്ടു. അവസാനം ഞാൻ പറഞ്ഞു, എന്തോ മണിയമ്പിള്ളയുടെ പടമാണ്, ശരി വരുന്നത് വരട്ടെ, എല്ലാം ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈശ്വരാ, ഈ ഒരു നോവലാണെങ്കിൽ എൻ്റെ മോനെ അതിൽ അഭിനയിക്കാൻ പറ്റണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് പരസ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് ആടുജീവിതത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുക. അപ്പോഴാണ് തിരുവല്ലയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പോയി.
അപ്പോൾ ദേഹം ഇതിൻ്റെ വെയിറ്റ് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ അങ്ങോട്ട് ഒരു 10-15 കിലോ കുറയ്ക്കണം അമ്മ എന്നൊക്കെ ആരും. അപ്പോൾ ഈ ഒരു 10-15 കിലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഇപ്പം ഈ മുട്ടിൻ്റെ വേദന കുറച്ച് കുറയാൻ ആദ്യം ബോഡി വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു 10-12 കിലോ കുറച്ചു. അപ്പം അതിപ്പോഴെങ്കിലും അത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുന്നു, ഷൂട്ടിങ് തുടങ്ങിയെന്നൊക്കെ അറിയുന്നു. ആദ്യത്തെ ഫോട്ടോയിലൊന്നും വലിയ കുഴപ്പമില്ല. എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു, സംസാരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഒരു എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരു സീനിൻ്റെ ഒരു സ്റ്റില്ല് കണ്ടിരുന്നു ഞാൻ. ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഫോട്ടോയും ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഒരു വോയിസ് മെസ്സേജ് ഞാൻ അതിന് മാത്രം വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അത് പിള്ളേർ പറയും, ഏത് നാട്ടിൽ പോയാലും എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും ഒരു കൂട്ടുകാരിയുടെ അനിയനോ ഹസ്ബൻഡോ അമ്മാവൻ്റെ മോനോ ആരെങ്കിലും കാണും. ഇവർ ജോർദാനിൽ നിന്ന് വരുന്ന വഴി ഇവർ ഏതാണ്ട് ബ്ലസ്സി കിടന്ന ഹോസ്പിറ്റലിൽ ഒരു കുട്ടി അറിയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലോ എവിടെ കണ്ടുവന്ന് രാജു ഇറങ്ങുന്നത്, ഇതൊക്കെ ഇങ്ങനെ എനിക്ക് വരുന്നുണ്ട്. സുപ്രിയ പണ്ട് കളിയാക്കി, ഇതെന്തോ അമ്മ ഒരുമാതിരി CID വർക്ക് പോലാണല്ലോ അമ്മയ്ക്ക്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാനേ അതിശയിക്കുകയാണ്. മല്ലികാൻ്റെ ഇത് ആരാന്ന് മനസ്സിലായി, ഇതെൻ്റെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ എനിക്കൊരു ദിവസം ഇത് വന്നു. ഈ ജോർദാൻ്റെ അടുത്തെങ്ങാണ്ട് താമസിച്ചത് എനിക്ക് 1-2 രാജു അങ്ങ് മെലിഞ്ഞ് അങ്ങ് ഒരുപാട് മെലിഞ്ഞെന്നാണ് ആ ഷൂട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ പോയിട്ട് അത് അറിയാവുന്നവർ പലരോടും പറഞ്ഞതായിട്ട്. അയ്യോ പൃഥ്വിരാജ് അങ്ങ് ഒത്തിരി മെലിഞ്ഞ് ഈ പടത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങനെ മെലിഞ്ഞോ എന്നൊക്കെ എനിക്ക് തോന്നി. ഏതായാലും അതൊക്കെ ചിന്തിച്ചിട്ട് ദൈവമേ വലിയ മരുഭൂമിയിൽ പോയി കിടക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ കൊറോണയുടെ സംഭവം. എനിക്കാണേ സർവത്ര പേടി. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ കൊറോണ വന്ന സമയത്ത് രാജു ആണെങ്കിലും ഇപ്പം അവിടെ ആണെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. അപ്പോൾ എൻ്റെ പേടി, അയ്യോ അവിടെയൊക്കെ എങ്ങനെയായി കൊറോണയുടെ കാര്യം. പിന്നെ ഞാനിങ്ങനെ സ്വയം ഓരോ ഉത്തരം കണ്ടെത്തുക, മരുഭൂമിയിൽ എങ്ങനെയാണ് കൊറോണ എന്നൊക്കെ ചുമ്മാ സമാധാനത്തിന് വേണ്ടി. എങ്ങനെ ഇതറിയും, ആരെയും വിളിക്കും? മോനെ വിളിച്ചു കഴിഞ്ഞാൽ അവനെ കിട്ടത്തില്ല ഫോണിൽ, കാരണം അവനിങ്ങനെ ഈ മരുഭൂമിയിലൊക്കെ നടക്കുകയല്ലേ. സത്യം പറയാറുണ്ട്, ഞാൻ ബ്ലസ്സി സാറിനെയാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ല അവിടെ മൊത്തത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പാവം എൻ്റെ ദൈവമേ. ചേച്ചി ഒരു കുഴപ്പമില്ല, ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞു മോനോട് എപ്പോഴെങ്കിലും എന്നോടൊന്ന് സംസാരിക്കുക. അത് ഞാൻ കാരണം പറഞ്ഞില്ല, കാരണം കേൾക്കുന്നവരും കാണുന്നവരും പറയുന്നവരും എല്ലാം രാജുവിൻ്റെ ഈ ശരീരം പോയതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര കണ്ട് ക്ഷീണിക്കാൻ എന്തോ ഇത്രയും ക്ഷീണിക്കണോ? ശരിക്കും ഒരു വല്ലായ്മ വരും ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്ന്. അത് കുറേയൊക്കെ മേക്കപ്പിൽ പോയി ഇങ്ങനെ നമുക്ക് പല ചിന്തകളാണല്ലോ, ഒന്നും ഞാൻ കാണുന്നുമില്ല അറിയുന്നുമില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അതിനിടയ്ക്ക് സുപ്രിയയും കുഞ്ഞും കൂടെ ഒന്ന് പോയിരുന്നു ജോർദാനിൽ, തിരിച്ചു വന്നു. അപ്പോൾ അത് എല്ലാം അതിങ്ങനെയാണ്, ശരിയാണ്, ഭയങ്കര അതാണ്, ചൂടാണ്, ടെൻ്റ് അടിച്ച് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്കതൊന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ബ്ലസ്സി ഇത്രയും പറഞ്ഞു, ഇങ്ങനെയാണ് ചേച്ചി, അങ്ങനെയാണ്, വേറെ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനങ്ങ് ദൈവത്തിനെ വിളിക്കുക. അപ്പോൾ എനിക്ക് പിള്ളേർക്കറിയാം, എനിക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഞാനൊരു രാവിലെ ഒന്ന് ഉള്ള അമ്പലങ്ങൾ മുഴുവൻ പോയിട്ട് സകല വഴിപാടും കഴിക്കും. ഞാൻ ഒരുപാട് വിശ്വസിച്ച്, എൻ്റെ നാട് ഹരിപ്പാടാണ്. അപ്പോൾ അങ്ങനെ വളർന്നത് ഞങ്ങൾ. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മണ്ണാർശാൽ ക്ഷേത്രം എന്നൊക്കെ അറിയാം, അതിൻ്റെ അടുത്താണ്. അവിടെ ഒരു വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, ഒരു ദേവീ ക്ഷേത്രമുണ്ട്. അപ്പം കൊച്ചിലെ അമ്മ ഈ പറഞ്ഞ പോലെ സന്ധ്യ ആകുമ്പോഴോ അല്ലെങ്കിൽ അതിരാവിലെയൊക്കെ കുളിച്ച് അവിടെയൊക്കെ പോയി തൊഴുത്, അങ്ങനെയൊന്നുമില്ല, എവിടെ തൊഴുതാലും അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ അത് അമ്മ എങ്ങനെ ശീലിച്ചു പോയി, നാട്ടിൻപുറത്തുള്ള ഒരാളാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ ഇരുന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ, അയ്യോ രാജുവിനെ, ഞാൻ എന്താ മോനെ ഒരുപാട് ക്ഷീണിച്ചു പോയെന്നൊക്കെ കേൾക്കുന്നല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ. അല്ല അത് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടേ അമ്മേ കുറച്ചൊന്നും നല്ലോണം മെലിയണമായിരുന്നു. അതിങ്ങനെ മെലിഞ്ഞു, ചരിത്രമൊന്നും പറയുന്നില്ല. അദ്ദേഹം മിണ്ടാതെ അങ്ങ് ഇരുന്നു. എന്തേലും ആട്ടെ, സകല ദൈവങ്ങളെ വിളിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കൊറോണ കഴിഞ്ഞവർക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് വരാൻ നേരത്തെ അവിടുന്ന് ഫ്ലൈറ്റ് ഇല്ല, അതില്ല, ഇതില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരോ ഇങ്ങനെ പറയുന്നത് കണ്ടു, ഇതാണ്ട് ഒരു കമൻറ്റിനകത്ത്, അയ്യോ എന്താ നിങ്ങൾ സുരേഷ് ഗോപിയുടെ പേര് പറയാത്തത്? അവർ എന്ത് കണ്ടിട്ടാണ് ഈ ഓരോരുത്തർ ഓരോ കമൻറ്റ്സ് ചെയ്യുന്നത്? ABCD അറിയാമോ ഇവർക്കൊക്കെ? എന്തെങ്കിലും ഒന്ന് എഴുതാൻ വേണ്ടി ചീത്ത വിളിക്കണം, അല്ലെങ്കിൽ നല്ലത് പറയണം എന്നല്ലാതെ സത്യസന്ധമായ കാര്യങ്ങളൊന്ന് അറിഞ്ഞിട്ട് എഴുതുക. സുരേഷ് ഗോപി വിളിച്ച് എല്ലാം പറഞ്ഞു, ശരി. മോഹൻലാൽ വിളിച്ചിരുന്നു, എല്ലാവരും ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഒരു സത്യം ഞാൻ പറയട്ടെ, ഞാൻ പച്ചയ്ക്ക് അത് ക്യാമറയിൽ നോക്കി പറയാണ്. ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ, നമ്മുടെ പാർലമെൻ്ററി അഫയേഴ്സൊക്കെയാണ് അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് വിളിച്ചു.
ഞാൻ സാർ ഇങ്ങനെ സുരേഷിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലല്ല, അത് ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാതെ, വേറെ ഒരു കുഴപ്പമില്ല, അവിടെ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ വരെ കൂടുണ്ട്, അങ്ങനത്തെ യാതൊരു പ്രയാസങ്ങളും വേണ്ട, 2 ദിവസത്തേക്കകം ഫ്ലൈറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ ആദ്യം കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട് എന്ന് വളരെ സ്റ്റേണായിട്ട് ഒരു ഉത്തരം കർശനമായിട്ട് കൊണ്ടുവന്നിരിക്കും, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടെന്ന് അടിച്ച് പറഞ്ഞ് ഏൽപ്പിക്കുന്ന പോലെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ കേന്ദ്രമന്ത്രി മുരളീധരനാണ്, നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള അദ്ദേഹം. എന്നും പറഞ്ഞ് സുരേഷ് ഗോപി പറഞ്ഞില്ലെന്നോ, മോഹൻലാൽ വിളിച്ചില്ലെന്നോ, അവർ വിളിച്ചില്ലെന്നോ, ഇവർ ആരൊക്കെയോ വിളിച്ചു, ഒരുപാട് നടന്മാരൊക്കെ വിളിച്ചു. സുരേഷ് ഗോപി MP ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു, പറയില്ല ചേച്ചി അതൊക്കെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹവും പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ആയിട്ട് എനിക്കൊരു സംശയം, ഇവരൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പ്ലെയിനൊക്കെ ചാർട്ട് ചെയ്ത് വിടുമോ, എനിക്ക് വേറൊന്നും വേണ്ട, മോനിഞ്ഞ് വന്നാൽ മതി, എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി, കണ്ടില്ലെങ്കിലും പോട്ടെ, ഇനി ലാൻഡ് ചെയ്തെന്ന് അറിഞ്ഞാൽ മതി, കാരണം അവിടെ കാണും പെട്ടുപോയി, കൊറോണ ഉള്ള സമയവും എന്ത് ചെയ്യും ഈശ്വര. ഏതായാലും 2 ദിവസം കഴിഞ്ഞപ്പം ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ ചാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇല്ല, എല്ലാവരും വിളിക്കുന്നുണ്ട് ഒക്കെ, ഏതാണ്ടൊക്കെ ബ്ലസ്സിച്ചേട്ടൻ തന്നെ മിനിസ്റ്ററെയൊക്കെ വിളിച്ചിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞൊക്കെ റെഡിയാക്കി. അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനമായത്. ഞാൻ എന്താണെന്നറിയാം ഈ കഥ ഇപ്പോൾ ഇവിടെ പറയുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചാണ് ഈ സംവിധായകനും എൻ്റെ മകനടക്കമുള്ള ഈ യൂണിറ്റ് അംഗങ്ങളും ബെന്യാമിൻ എല്ലാവരും അവിടെ കഴിഞ്ഞത്. കാരണം ഒരു 1-2 മാസം അവർക്ക് ഈ ലോകവുമായിട്ടൊരു ബന്ധമില്ലാത്ത പോലെ ആയിപ്പോയി, ഫ്ലൈറ്റില്ല, ഒന്നുമില്ല. അവരവിടെ ദൈവം സഹായിച്ച ആഹാരത്തിന് മാത്രം ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല, ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ അവിടെ ഏതാണ്ടൊക്കെ ഉള്ള മെഡിക്കൽ സർവീസൊക്കെ അവർക്ക് കറക്റ്റായിട്ട് എടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ആ ഒരു 1.5 മാസക്കാലം വീട്ടിലിരിക്കുന്ന നമുക്ക് ഭക്ഷണവും ഇറങ്ങുന്നില്ല, ഉറക്കവും കിട്ടുന്നില്ല. അയ്യോ, എനിക്കങ്ങോട്ട് പേടി, എന്തൊക്കെയോ ഒരു പേടി പോലെ. അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞിട്ട് ഇന്ദ്രനും എങ്ങോട്ടൊക്കെ പോയിരിക്കുകയാണ്, അപ്പോൾ ആരുമില്ല. അതിൻ്റെ ഒരു വെപ്രാളവും. സുഖേട്ടനും പോയി, എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞേശ്വര. ഏതായാലും പ്രാർത്ഥിച്ച് എല്ലാം ശരിയായി അമ്മേ, ഇപ്പോൾ 2 ദിവസത്തേക്ക് വരുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് സംശയം, ശരിയാണോ. മിനിസ്റ്റർ പറഞ്ഞപ്പോൾ ആ മിനിസ്റ്റർ എനിക്കൊന്ന് അദ്ദേഹം ഒരു ഉയർന്ന പദവിയിൽ മന്ത്രിയല്ലേ, കേന്ദ്രത്തിലിരിക്കുന്നത്. 3-ാം ദിവസം അവിടുന്ന് ഫ്ലൈറ്റ് വരുന്നു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ബ്ലസ്സി ഒക്കെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഫ്ലൈറ്റ് വരുന്നു, അതിൽ വന്ന് എറണാകുളത്ത് കൊച്ചിയിലെത്തിയെന്ന് കേട്ടപ്പോഴാണേ ദൈവമേ, ശ്വാസം നേരെ വേണം. നേരം വെളുത്തപ്പോൾ ആദ്യം ചെയ്തത് കുളിച്ച് അമ്പലത്തിൽ പോയി എല്ലാ ദൈവങ്ങൾക്കും ഒരു നന്ദി പറഞ്ഞു. ഈശ്വര, എൻ്റെ കുഞ്ഞിനെ ഇനി കൊണ്ടുവന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു അച്ഛൻ നമ്മളല്ലാതെ വേറെ എന്ത് ചെയ്യാനാ. ജോർദാനിൽ കിടക്കുന്ന ആളിനെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങോട്ടൊക്കെ പോകാനും പിടിക്കാനും, ഇപ്പോൾ ഗൾഫിലാണെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിന് ഞാൻ മിക്കവാറും പിറ്റേ ദിവസം പോയാൽ എന്ത് കൊറോണ ആണെങ്കിലും ഇത് ഇത്രയും ദൂരെയൊക്കെ പോകാനായിട്ട്. ഒന്നാമത് ഞാൻ അങ്ങനെ ഈ പിള്ളേരുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് അധികം പോകാറില്ല. പിന്നെ ചിലതിനൊക്കെ പോയി ഒന്ന് ബ്രോഡാണ്, പിന്നെ അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തു. അതല്ലാതെ പണ്ട് ഉറുമി, അതുപോലെ രാജുവിൻ്റെ സ്വന്തം പടം കൂടാണത്, ഓഗസ്റ്റ് സിനിമ, അതിന് ഷൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ ബോംബെയിലെ മാൽഷേഘാട്ട്, അതൊരു വലിയ അതിൻ്റെ അവിടെ ഒരു വലിയ അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല രസമാണ്, പ്രകൃതി രമണീയത അങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകാറുള്ളൂ. അങ്ങനെ എനിക്ക് കാണണം എന്ന് ഞാൻ പറയാറുമില്ല. എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പറയാമേ, ഞാൻ ടിക്കറ്റ് എല്ലാം അവിടെ എത്തിച്ച് എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അങ്ങനത്തേതൊന്നുമില്ല. കാരണം അവർ ജോലിക്ക് പോയി, ജോലി തീരട്ടെ, തിരിച്ചു വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ അമ്മമാരവിടെ എന്ത് ചെയ്യാനാണ് അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞല്ലേ, പ്രത്യേകിച്ച് നമുക്ക് അങ്ങനത്തെ ഒരു ജോലിയില്ല. പിന്നെ എല്ലാവരെയും അറിയാവുന്നുണ്ട്, എല്ലാവരും സ്നേഹത്തോടെ വന്നാട്ടെ ചേച്ചി, ഇരുന്നാട്ടെ ചേച്ചി, കഴിച്ചാട്ടെ എന്നൊക്കെ പറയുന്നത് പഴയ വലിയ ചേച്ചിയല്ലേ എന്നുള്ളൊരു സ്നേഹം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം മാറി നിൽക്കും. കാരണം അവരുടെ ജോലിക്കിടയിൽ നമ്മൾ ചെല്ലുന്നത് അത്ര ശരിയല്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെ അന്ന് എനിക്കിങ്ങനെയൊക്കെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ കൊറോണ ഒരു ഭാഗത്ത്, ഇവർക്ക് വരാനായിട്ട് പ്ലെയിനില്ല. ഞാനപ്പോൾ ഒരു നിശ്ചയമില്ല ഇവർ എത്ര കാലത്ത് അവിടെ പെട്ടുപോകുന്നുള്ളത്. അതുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും ആശയവരോട് ഒരുപാട് ഞാനൊരു നമ്രശിരസ്കയായിട്ട് ഞാനൊരു നന്ദി പറയുകയാണ്. നിങ്ങളൊക്കെ ഈ പടം പോയി കാണണം. കാരണം കാണാതിരിക്കുക എന്താ അറിയോ, ഇത് കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോഴാണ് എനിക്ക് എൻ്റെ കുഞ്ഞനുഭവിച്ച കഷ്ടപ്പാടുകൾ ഏത് എന്നൊക്കെ ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ട്. പാവങ്ങൾ അതുകൊണ്ട് ജീവിച്ചു പോകുന്നവരെന്തോ ചോദിക്കട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ മോൻ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിഫലം, അല്ലെങ്കിൽ അതിനെ
അത് നിങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഈ പടം കണ്ടിട്ട് നിങ്ങളൊക്കെ എഴുതി അയക്കുന്ന ഈ വാചകങ്ങളാണ്. ചിലതൊക്കെ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ കണ്ണ് നിറയാം. സത്യം പറയാം, ഒരുപാട് കഷ്ടപ്പെട്ടതാണ് പൃഥ്വിരാജ്. പിന്നെ പൃഥ്വിരാജിനെയോ അല്ലെങ്കിൽ നമ്മളെയൊക്കെ എന്തെങ്കിലും അങ്ങ് ഇപ്പോൾ 100 പേരും നല്ലത് പറയണം വിചാരിച്ച് ഞാൻ പലപ്പോഴും പറയുന്നൊരു വാചകമാണ്, ഈ നാട്ടിൽ അത് നടക്കത്തില്ല. അപ്പോൾ ആരെങ്കിലും വേണം, അപ്പോൾ അവർക്ക് മനസ്സിൽ ആരോടാണോ ദേഷ്യം അവരെ പറ്റി കുറച്ച് കൂടുതൽ പറയും എന്നങ്ങ് ചിന്തിച്ചാൽ മതി. ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. എല്ലാവരുടെയും ജീവിതം മുകളിലിരിപ്പുണ്ട് ഒരാൾ, അദ്ദേഹം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്താണോ ഓരോരുത്തർക്കും ഓരോ അവസാനം. ഈ ഞാനടക്കമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. നമ്മളൊക്കെ ഇപ്പോൾ എനിക്ക് 70-70 വയസ്സാവാറായി. അപ്പോൾ ഇത്രത്തോളം വന്നില്ലേ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ എൻ്റെ മക്കളെ കണ്ടു, മക്കളുടെ മക്കളെ കണ്ടു. അവരെല്ലാവരും ഒരുവിധം നല്ല രീതിയിലൊക്കെ ജീവിതം കൊണ്ടുപോകുന്നു. അതിനുള്ള അനുഗ്രഹവും സർവേശ്വരൻ തന്നു. എനിക്കും ഈ പറഞ്ഞതുപോലെ വലുതായിട്ട് ഒന്നും കയറി മക്കളെ ഉപദ്രവിച്ചില്ലെങ്കിലും ജീവിക്കാനുള്ളതൊക്കെ എൻ്റെ സുഖേട്ടൻ ഉണ്ടാക്കിയിട്ട് അതിനോട് വീടുകൾക്ക് വീട്, പുരയിടത്തിന് പുരയിടം എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്ത് വേണമെങ്കിലും ഓടി വന്ന് ചെയ്തു തരുന്ന 2 മക്കളെയും തന്നു. അപ്പുറം എനിക്കെന്താ വേണ്ടേ? പരിപൂർണ തൃപ്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കതിൽ എന്തൊക്കെയോ എനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ എൻ്റെ സുഖോട്ടം പോയത് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും നികത്താനാകാത്ത നഷ്ടം. കാരണം ഞാൻ ജീവിതം കണ്ടതും പഠിച്ചതും ഇനിയും ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്കൊരു വാശി ഉണ്ടായതുമെല്ലാം അദ്ദേഹത്തിലൂടെയാണ്. സത്യം, അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ, അദ്ദേഹം തന്ന ജീവിതം, അദ്ദേഹത്തിലൂടെ ഞാൻ കേട്ട ഉപദേശങ്ങൾ, അതൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ പോകാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ബലമാണ് പോകുന്നത്. അതൊന്നും ഇനി ലോകത്തിൽ മക്കളുടെ മക്കളല്ല ആര് വിചാരിച്ചാലും അതൊന്നും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ളതിൻ്റെ സാമീപ്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അദ്ദേഹം ഒരു വേറൊരു രീതിയിലുള്ള ഒരാളാണ്. നമുക്ക് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു തരികയും അവരിങ്ങനെ പറയും ഇവരിങ്ങനെ പറയും. ഇതെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആരൊക്കെയോ പറയുന്നുണ്ട് ഇങ്ങനെ, അവരെന്ത് വിചാരിക്കും എന്നും പറഞ്ഞ് ജീവിക്കരുത്. ഏതാണോ സത്യം, ഏതാണോ നല്ലത്, ഏതാണോ മറ്റുള്ളവർക്ക് സ്വീകാര്യമായിട്ടുള്ളത് അത് ചെയ്യുക. അപ്പം നിങ്ങളെയൊക്കെ നോക്കാൻ ജനവും ഈശ്വരനും കാണും. അതാണല്ലാതെ ഇപ്പോൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി കിടന്നേ തൊഴുതില്ലേലും സാരമില്ല, നിൻ്റെ പ്രവൃത്തിയും വാക്കും നന്നായിരുന്നാൽ മതി, ദൈവം താനെ കൂടെ നിൽക്കും എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു സത്യം തന്നെയാണ്. കാരണം ഇന്നും ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാനിങ്ങനെ മക്കളൊക്കെ വന്നൊരു ബഹളത്തിന് ഞാൻ നിൽക്കാറില്ല. എന്നെ കാണാൻ വരുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, മല്ലിക ചേച്ചി, മല്ലികാമ്മേ, മല്ലിക ആൻറ്റി എന്ന് വിളിക്കുന്ന ഒരുപാട് പേര്, കൊച്ചു കുഞ്ഞുങ്ങൾ വരെയുണ്ട്. ഇന്നലെ ഞാൻ ഇവിടെ പോയിട്ട് വരുമ്പോൾ, ദുബായി പോയിട്ട് വരുമ്പോൾ മിനിഞ്ഞാന്ന് ഒരു കൊച്ചു കുഞ്ഞ് എയർപോർട്ടിൽ വന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, അല്ല എന്നെ പരിചയപ്പെടുത്താതെ പൃഥ്വിരാജിൻ്റെ അമ്മയാണെന്ന് പറയാനായിരിക്കും. അല്ലല്ല, ചേച്ചിയെ നന്നായിട്ടറിയാം അവന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതാണ്ടോ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ അഭിനയിച്ച പടത്തിലെ സീനുകളും, അപ്പം അതൊരു സന്തോഷം. പക്ഷേ അതിനേക്കാട്ടിലും ഇഷ്ടമാണ് പൃഥ്വിരാജിനെ, അതോ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഓടി ഇങ്ങോട്ട് വന്നേച്ച് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. വന്നു, എടുത്തു. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞങ്ങളെപ്പോലെയുള്ള വയസ്സായ അമ്മമാർക്ക് ഇതൊക്കെ വലിയ സന്തോഷമല്ലേ. അപ്പോൾ ഞാനതാ പറയുന്നത്. കാരണം നമ്മുടെ പ്രവൃത്തിയും വാക്കും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും ഇത് 3 ശ്രദ്ധിക്കണം. കാരണം ഒരാൾക്കൊരു മനസ്സിനൊരു ചെറിയ കുളിർമയേകാൻ സാധിച്ചാൽ, ഒരു സന്തോഷം കൊടുക്കാൻ സാധിച്ചാൽ, അത് പരമ്പരകളോളം അതിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ആ സന്തോഷത്തിൻ്റെയോ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്.